മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. ആദ്യ 2 കേസുകളും ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രാഹുലിനെതിരെയുള്ള മൂന്നാം ബലാത്സംഗ കേസ് അതിൽ ജാമ്യ ഹർജി തള്ളിയതായിരുന്നു ആദ്യം തിരുവല്ല കോടതി. പിന്നീട് രാഹുൽ അപ്പീൽ നൽകി. അങ്ങനെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് ഇന്നിപ്പോൾ കേസ് എടുക്കുകയാണ്. ജാമ്യം കിട്ടാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? മായ കഴിഞ്ഞ 2 ആഴ്ചയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇദ്ദേഹം ജാമ്യഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളി ആ ജാമ്യഹർജി തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ജാമ്യഹർജിയുമായി എത്തിയത്. അവിടെയും വാദപ്രതിവാദങ്ങൾ വിശദമായി തന്നെ നടന്നു. പ്രധാനമായും ഈ കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന തരത്തിൽ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത്. മാത്രമല്ല, ഈ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഈ വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ലെന്നും എന്ന തരത്തിൽ ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ ഇതിനെയൊക്കെ തള്ളുന്ന രീതിയിലാണ്, ഇതിനെയൊക്കെ ശക്തമായി എതിർക്കുകയാണ് ഈ പ്രോസിക്യൂഷൻ ചെയ്തത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് അന്ന് തന്നെ ഈ അറസ്റ്റ് വിവരങ്ങളൊക്കെ അറിയിച്ചതാണെന്നും മാത്രമല്ല ഈ പരാതിക്കാരി വിദേശത്തായതിനാൽ സൂം മീറ്റിംഗ് ഉൾപ്പെടെ ഈ മൊഴിയെടുക്കേണ്ട സാഹചര്യമൊക്കെ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രധാനമായും പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം, അതായത് തുടർച്ചയായി ഇത്തരം പരാതികളിൽ പെടുന്ന ആളാണെന്നും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 3 കേസുകൾ, അതായത് ഇതിനു മുൻപ് 2 കേസുകൾ ഉണ്ടെന്നും കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വിശദമായി കേട്ട ശേഷമാണ് ഈ കോടതി ഇന്നത്തേക്ക് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്, ജാമ്യ വിധി പുറപ്പെടുവിക്കുന്നതിന് പറഞ്ഞത്. ഇതായത് ഈ ദിവസം ഇന്ന് ഈ ജാമ്യത്തിൽ കൃത്യമായ ഒരു വിധി ഉണ്ടാകും. ഇത് രാഹുലിനെ സംബന്ധിച്ച് ഒരു നിർണായകമായ കാര്യം തന്നെയാണ്. നേരത്തെ തിരുവല്ല കോടതി ജാമ്യ ഹർജി തള്ളിയതോടെ ആണ് ഈ പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിയത്. ഇവിടെയും തള്ളുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനായിരിക്കും രാഹുലിന്റെ അഭിഭാഷകൻ തീരുമാനിക്കുക. മായ. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.